ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ദാമോദരേട്ടൻ്റെ കൃഷിസ്ഥലത്താണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ദാമോദരേട്ടൻ. ദാമോദരേട്ടൻ്റെ കൃഷിസ്ഥലം എന്ന് വെച്ചാൽ നല്ലൊരു രസമുള്ള കൃഷിസ്ഥലമാണ്. അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനാണ് നമ്മളിപ്പോൾ വന്നത്. ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് ആധുനിക രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കപ്പം നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടല്ലേ നിങ്ങൾക്ക് അതിനെ മുഴുവനായിട്ട് ആസ്വദിക്കാം. സ്ഥലത്ത് ദാമോദരേട്ടനെ സഹായിക്കാനായിട്ട് ഒരു രജനി ചേച്ചിയുണ്ട്. ദാമോദരേട്ടൻ്റെ ഭാര്യയാണ്. എല്ലാ കാഴ്ചകളും നമ്മൾ നിങ്ങൾക്കായി കാണിച്ചു നമ്മൾ നിങ്ങൾക്കായിട്ട് ദാമോദരേട്ടനെ പരിചയപ്പെടുത്തിയാണ്. ദാമോദരേട്ടൻ ഈ പച്ചക്കറി കൃഷിനെ കുറിച്ചിട്ടും എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ നമുക്കിനി ദാമോദരേട്ടൻ്റെ അടുത്തേക്ക് പോകാം. ദാമോദരേട്ടന് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ പേര് കെ.വി. ദാമോദരൻ, കാട്ട്യം, പാപ്പിനിശ്ശേരി. ഞാൻ പരമ്പരാഗത കൃഷി രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി കൃഷി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ 2 ദിവസം കൃഷി വിദഗ്ധർ ക്ലാസ് പങ്കെടുത്തു. തളിപ്പറമ്പ് വിജ്ഞാന കേന്ദ്രത്തിന് 1 ദിവസത്തെ പങ്കെടുത്തു. 4 ദിവസം പന്നിയൂർ ഫാമിൽ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം അത് 2 ദിവസം കൃഷിക്കാരെ കൃഷി ചെയ്യുന്നവരെ ക്ലാസ്സായിരുന്നു. ഒന്ന് തൃശ്ശൂരിലെ ഉണ്ണികൃഷ്ണൻ സാറ്, ഒന്ന് ഷാജി സാറ്, മറ്റേ കൊട്ടിയൂർ. അപ്പോൾ അവരെടുക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൃഷി തുടങ്ങാമെന്നായി. അങ്ങനെ കൃഷി തുടങ്ങി. ഇത് ഇതിൻ്റെ സംവിധാനം ഈ കൃഷി രീതിയിലെ എല്ലാം ചെയ്തു തന്നത് ഷാജി കൊട്ടിയൂരാണ്. അങ്ങനെ ഏകദേശം 1.5 മാസമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെണ്ട പൂക്കാറായി, താലോരി ഏകദേശം പൂത്ത് ആയിക്കൊണ്ടിരിക്കുന്നു. ചീര അടുത്ത ആഴ്ച പൊട്ടിക്കാനായി, പൊട്ടിക്കാനോ ആയി. അതുപോലെ തന്നെ മുളകുണ്ട്, സ്വല്പം തക്കാളിയുണ്ട്, സ്വല്പം മറ്റേ വഴുതനയുണ്ട്. അപ്പോൾ ഇതിന് വലിയ ഈ ഒരു 65 സെൻറ്റ് കാണും. അതിന് 1.5 ലക്ഷം ഉറുപ്പിക എനിക്ക് ചിലവായി. ഈ ഒന്നാമത്തെ കൃഷിയിൽ ഇതിൻ്റെ ചിലവിട്ട പൈസ മുഴുവനായി പിടിക്കാൻ കഴിയുന്നുള്ള വിശ്വാസം എനിക്കില്ല. പക്ഷേ എങ്കിലും പരമാവധി പിടിച്ചിട്ട് കൃഷി തുടർന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വിജയം കിട്ടുമെന്ന് തന്നെയാണ് കൃഷി ചെയ്ത് ശീലമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. അത് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഇതിന് ചിലവ് കൂടുന്നതിൻ്റെ കാര്യവും മണ്ണ് ഏകദേശം 1 അടി ഉയരത്തിൽ ഒരു വീതി ഒരു 95 സെൻറ്റിമീറ്റർ ഇതിൽ ദണ്ട് കൂട്ടിയിട്ട്, അവരെ ഭാഷയിൽ മറ്റേ ഷാജി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏരിയ കൂട്ടൽ. അങ്ങനെ ഏരിയ കൂട്ടിയിട്ട് അതിൻ്റെ മേലെ ഈ ചെറിയ പൈപ്പ്, ആ പൈപ്പിന് ഡ്രിപ്പ് പിടിപ്പിച്ച് അതിനുശേഷം മൾച്ചിങ് ഷീറ്റ് പൊതിഞ്ഞ് ആ മൾച്ചിങ് ഷീറ്റ് മണ്ണിട്ട് ഉറപ്പിച്ചതിന് ശേഷം അതിന് മുന്നേ വെള്ളം കൊടുത്ത് ശരിക്ക് മണ്ണൊന്ന് നല്ല ഈർപ്പുള്ളതാക്കും. അതിനുശേഷം വെള്ളവും വളവും ഒന്നിച്ച്, അതായത് ഈ സ്ഥലത്ത് ഞാൻ 50 ചാക്ക് കോഴിവളം, ജൈവവളം, അടിവളമായിട്ടിട്ടുണ്ട്. അതിനുശേഷം ജൈവവളമായിട്ടുള്ള വേപ്പ് പിണ്ണാക്ക്, മറ്റേ എല്ലുപൊടി, അങ്ങനെയുള്ള ജൈവവളം ചെയ്തു. എല്ലാം ഇവരെ നിർദ്ദേശപ്രകാരം ചെയ്തതാണ്. ഷാജി തോട്ടത്തിൻ്റെയും പന്നിയൂർ കൃഷി ഭവൻ്റെ ഉദ്യോഗസ്ഥന്മാരെ മേൽനോട്ടത്തിൽ ചെയ്തതാണ്. അതിനുശേഷം മണ്ണിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് യൂറിയ, പൊട്ടാഷ്, രാജ്ഫോസ് അത് ചെയ്ത് എന്നിട്ടാണ് ഞങ്ങൾ തൈ നട്ടിട്ട് ഉഷാറായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി, ആദ്യം മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് കുമ്മായിടും. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് തളിപ്പറമ്പിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ആദ്യം രാവിലെയാണ് വളം കൊടുക്കുക. 5 മിനിറ്റ് വെള്ളം ഒഴുക്കി വിടും. അതിനുശേഷം വെള്ളത്തിൻ്റെ കൂടെ മറ്റേ വെഞ്ചുറിയിലൂടെ വളം നേർവളം വളരെ ചെറിയ അളവിൽ, അതിന് കൃത്യമായിട്ട് കൃത്യകൃഷി എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായിരിക്കണം. അങ്ങനെ കൃത്യമായിട്ടെല്ലാം ചെയ്തിട്ട് അതിനുശേഷം 5 മിനിറ്റ് വെള്ളം വീണ്ടും വിട്ടിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതെന്ന് കൃഷിഭവൻ.
കൃഷി ഓഫീസർ, അവരെ അവിടുത്തെ അസിസ്റ്റൻറ്റുമാർ, അതുപോലെ തന്നെ ബ്ലോക്ക് ഓഫീസിലെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ, പിന്നെ പന്നിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ ജയരാജ് സാറ്, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പ്രൊഫസർമാരും മറ്റ് ജീവനക്കാരും വീട്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഇവിടെ സൈറ്റിൽ വന്നിട്ട് തന്നെ എല്ലാം പറയേണ്ട താമസം കാര്യങ്ങളും പിന്നെ നമ്മളെ വിരൽത്തുമ്പിൽ എത്തുന്ന പിന്നെ സ്ഥിതിയാണ് ഉള്ളത്. പിന്നെ വിളവെടുപ്പ് തുടങ്ങിയില്ല. വിളവെടുപ്പ് തുടങ്ങിയിട്ടാകുമ്പോൾ അതിൻ്റെ മറ്റ് സാമ്പത്തിക വശം അവിടെ കിടക്കുന്നേ ഉള്ളൂ. വരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി? പറയട്ടെ, ഞാൻ എൻ്റെ കുടുംബം കാർഷിക കുടുംബമാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരി സഹോദരന്മാരും ഒക്കെ പിന്നെ കാർഷിക കുടുംബമാണ്. പക്ഷേ ഞാൻ കൃഷിയിൽ നിന്ന് വേറിട്ട് പിന്നെ നടന്ന കക്ഷിയാണ്. കാരണം പല മേഖലയിലും എത്തിയിട്ട് അതിലൊക്കെ പരാജയപ്പെട്ട് അവസാനം കൃഷിയിലേക്ക് തന്നെ വന്നു. എൻ്റെ ഭാര്യ കൃഷിയിൽ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തിട്ട് നേട്ടം ഉണ്ടാക്കിയോളാം. അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പിന്നെ ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വന്നു. അങ്ങനെ കൃഷിയിലേക്ക് വന്നിട്ട് പശു, ആട്, കോഴി, മത്സ്യം, പച്ചക്കറി, തെങ്ങ്, പിന്നെ കവുങ്ങ്, വാഴ എല്ലാ പിന്നെ കൃഷിയും നടത്തിയിട്ട് ഞാൻ രക്ഷപ്പെട്ട വ്യക്തിയാണ്. 2 കുട്ടികളാണ്. ആ 2 കുട്ടികളെയും പഠിപ്പിച്ച് കടമെടുത്ത് പഠിപ്പിച്ചിട്ട് കൃഷിയെ കൊണ്ട് തന്നെ ഏകദേശം കടയെല്ലാം വീടി ചെറിയൊരു ശതമാനം മാത്രമേ കുട്ടികളെ ആശ്രയിക്കേണ്ടി വന്നുള്ളൂ. അവരും തന്നതുകൊണ്ട് 20 ലക്ഷം റുപ്യ കടമുണ്ടായിരുന്നു. ആ കടം മുഴുവൻ വീടി. 2 കുട്ടികൾ ഞാൻ മംഗലാപുരം മാനേജ്മെൻറ്റ് കോട്ടയിൽ പഠിപ്പിച്ചിട്ട് ഇത്രയും വലിയ കടം കവർ ചെയ്യും. പിന്നെ ഈ കൃഷിക്ക് ജൈവവളം മാത്രമാണോ? കോഴിവളം ഒരു ചാക്കിൽ ഏകദേശം 50-60 കിലോ കാണും. അത് അടിവളമായിട്ട് കൊടുത്തു. അപ്പോൾ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നേർവളങ്ങൾ കൃത്യത കൃഷിയിലെ ഇവരെ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണി നിർദ്ദേശപ്രകാരമുള്ള 19 അതുപോലെ തന്നെ 13 അങ്ങനെയുള്ള ഒരു വളം, 13 ചില്ലറി, എന്തോ അതിൻ്റെ പേര് കൃത്യമായിട്ടാണ് ഓർക്കുന്നില്ല. അതുപോലെ തന്നെ 12 ചില്ലറിയും പിന്നെ അത് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. ആദ്യം പിന്നെ കുറച്ച് സ്വല്പം കൂടുതലും പിന്നെ കുറഞ്ഞു വരും. ചെറിയ അളവിലേക്ക് കൊടുക്കുള്ളൂ. അത് ഇത് വലിച്ചെടുത്തിട്ട് ഉഷാറാവാൻ വേണ്ടിയിട്ടുള്ള പിന്നെ വളമാണ്. മറ്റേ ഇപ്പോൾ നമ്മൾ സ്റ്റെർലിങ്ങിൻ്റെ വളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം തുടങ്ങിയേ ഉള്ളൂ. ഞാനും പഠിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ വീണ്ടും നമുക്ക് പിന്നെ ഇതിൻ്റെ ജയപരാജയങ്ങളെ പറ്റിയിട്ട് പരാജയം സംഭവിക്കില്ല തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഒന്നുകൂടെ പിന്നെ നമുക്കൊരു 2ാം ഘട്ടം 3ാം ഘട്ടം ഒന്നുകൂടെ നമ്മൾ പിന്നെ ഇതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം.
അപ്പോൾ ദാമോദരേട്ടൻ പറഞ്ഞ പോലെ ഈ കൃഷിസ്ഥലം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഇതിവിടെ ഇപ്പോൾ വിളവെടുക്കുന്ന ടൈം നമ്മൾ ഒന്നും കൂടി വരുന്നതായിരിക്കും. ഇനി പാർട്ട് 2 ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇനി അടുത്ത ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബായ്.